നമസ്കാരം. എല്ലാവർക്കും വേ2 PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ PSCയുടെ സിലബസ് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ജീവശാസ്ത്രം, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, പിന്നെ അതുകൂടാണ്ട് ഇങ്ങനെ ഭൂമിശാസ്ത്രം, ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സിൻ്റെ പേരുകൾ മാത്രമാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാമാണ് കവർ ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് PSC അങ്ങനെ പറയുന്നില്ല. പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇറങ്ങി എന്തൊക്കെ പഠിക്കണമെന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് എവിടെയും പറയുന്നില്ല. അപ്പം നമുക്കിന്ന് ഓരോ ടോപ്പിക്സും, അതായത് ഓരോ സിലബസിലെ ഓരോ ഭാഗവും, ഇപ്പം ഇന്ന് ഞാൻ എടുക്കുന്ന സയൻസ് ഭാഗമാണ് ജീവശാസ്ത്രം, രസതന്ത്രം, ഭൗതിക ശാസ്ത്രം. ഇവയുടെ എല്ലാം അകത്ത് വരുന്ന ടോപ്പിക്സ് എന്തെല്ലാമാണ് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് അതിൻ്റെ അകത്ത് വരുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. ഇന്ന് പറയുന്നത് ജീവശാസ്ത്രം എന്ന ഭാഗത്തിൽ വരുന്ന ഇമ്പോർട്ടൻസ് ആയ ടോപ്പിക്സിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യം തന്നെ ജീവശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ശാസ്ത്രശാഖകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഈ ശാസ്ത്രശാഖകൾ എന്ന് വെച്ചാൽ ഇങ്ങനെ അനാട്ടോമി, ഒഫ്താൽമോളജി, ഇത് എന്തിനെക്കുറിച്ചുള്ള പഠനമാണെന്നെല്ലാം ചോദിക്കുന്നില്ല. അതിനെയാണ് ഈ ശാസ്ത്രശാഖകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ ടോപ്പിക്കാണ് സസ്യങ്ങൾ. സസ്യങ്ങൾ എന്ന ടോപ്പിക്കിലേക്ക് വരും നമ്മൾ പഠിക്കേണ്ടത് സസ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ എന്താണെന്നും സസ്യത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും സസ്യചലനങ്ങൾ, ഇങ്ങനെ തുടങ്ങി കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ സസ്യങ്ങൾ എന്ന ഭാഗത്തിൽ പഠിക്കാനുണ്ട്. ഇനി സസ്യങ്ങളുടെ ഭാഗത്തിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് സസ്യ ഹോർമോണുകൾ. ഇത് PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഭാഗത്തു നിന്നുള്ള. എഥിലിൻ, ഗിബ്ബർലിനുകൾ, അങ്ങനെ തുടങ്ങി കുറച്ച് സസ്യ ഹോർമോണുകളുണ്ട്. അപ്പോൾ ഈ സസ്യ ഹോർമോണുകൾ എന്ന ഭാഗത്തിൽ അതൊക്കെയാണ് നമുക്ക് പഠിക്കാൻ വരുന്നത്. അടുത്ത ഹരിതകം. ഹരിതകത്തിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ടോപ്പിക്ക് വരുന്നത് കോശമാണ്. കോശത്തിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. അടുത്ത ടോപ്പിക്ക് സൂക്ഷ്മജീവികൾ. ഇനി അടുത്ത പറയുന്നത് ജന്തുകലകൾ എന്ന ഭാഗമാണ്. അടുത്ത ഭാഗം വരുന്നത് പോഷകഘടകങ്ങളും ആഹാര പദാർത്ഥങ്ങളുമാണ്. ഈ ധാന്യകം, പ്രോട്ടീൻ, അങ്ങനെ തുടങ്ങി കുറച്ച് പോഷകഘടകങ്ങളെല്ലാം ഇല്ല, അതിനെക്കുറിച്ചെല്ലാമാണ് ഈ പോഷകഘടകങ്ങളും ആഹാര പദാർത്ഥങ്ങളും എന്ന ഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്തത് വിവിധ തരം ജന്തുവർഗ്ഗങ്ങൾ. അത് ഈ ഉരകങ്ങളുണ്ട്, പക്ഷികളുണ്ട്, പിന്നെ മനുഷ്യരെ, ഇങ്ങനെ കുറേ ജന്തുവർഗ്ഗങ്ങളില്ലേ, അവയെക്കുറിച്ചെല്ലാം പഠിക്കുന്ന ഭാഗമാണ് വിവിധ തരം ജന്തുവർഗ്ഗങ്ങൾ എന്നത്. ഇനി അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ് മനുഷ്യനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഈ മേഖലയിൽ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതിൽ വരുന്നതാണ് നാഡീവ്യവസ്ഥയും മസ്തിഷ്കവും. ഈ മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. പിന്നെ പറയുന്നത് അസ്ഥികൾ കുറേ തരത്തിലുള്ള അസ്ഥികളുണ്ടല്ലോ നമ്മളെ ശരീരത്തിൽ, അതിനെക്കുറിച്ചെല്ലാം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇനി അടുത്തത് ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക് തുടങ്ങിയ അങ്ങനത്തെ ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം ഉള്ളത്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അടുത്തത് അന്തസ്രാവി ഗ്രന്ഥികളും ഹോർമോണുകളും. ഈ ഹോർമോണുകളെക്കുറിച്ചും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ പഠിക്കണം. അടുത്തത് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, പിന്നെ അതുമൂലമുണ്ടാകുന്ന രോഗങ്ങളും, അതെല്ലാം ഈ അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്നത്. ആ ഭാഗവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. അടുത്ത ഭാഗമാണ് രക്തത്തെക്കുറിച്ച്. ഇപ്പോൾ സ്വീകരിക്കാൻ പറ്റുന്ന രക്തം, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രക്തം, അങ്ങനെ A പോസിറ്റീവ്, B പോസിറ്റീവ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം സ്വീകർത്താവെന്നെല്ലാം മറ്റു രക്തത്തിനെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ അടുത്ത വൃക്ക, അടുത്ത ഹൃദയം, പിന്നെ കരൾ, ശ്വസനം, ഇവയെല്ലാം കുറിച്ച് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. പിന്നെ അടുത്ത് പറയുന്നത് ജീവശാസ്ത്രവും അതിൻ്റെ കണ്ടുപിടുത്തങ്ങൾ. അപ്പോൾ ജീവശാസ്ത്രത്തിൽ കുറേ കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടുണ്ട്. അത് എന്തെല്ലാമാണ് കണ്ടുപിടിച്ചത്, ആ കണ്ടുപിടിച്ച വ്യക്തികളുടെ പേരുകൾ, അതെല്ലാം ഒന്ന് നമ്മൾ പഠിക്കുക. പ്രധാനപ്പെട്ടവ മാത്രമാണ് ആ ഭാഗത്തിൽ പഠിക്കാൻ വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ജീവകങ്ങൾ, അപര്യാപ്തത രോഗങ്ങളും പഠിക്കണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ജീവകങ്ങൾക്ക് രാസനാമങ്ങളും കൂടിയുണ്ട്, അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അടുത്ത് രോഗങ്ങളും രോഗകാരികളുമാണ്. അപ്പോൾ ഓരോ രോഗം വരുത്തുന്ന ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഇങ്ങനെ തുടങ്ങിയ രോഗകാരികളും അവ പരത്തുന്ന രോഗങ്ങളെല്ലാം ഇല്ലേ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് PSCയിൽ. എന്താ വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ പരീക്ഷ പേപ്പറിലും ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഇനി അടുത്ത പോഷണങ്ങൾ, അത് നേരത്തെ പറഞ്ഞ ധാന്യകം, പ്രോട്ടീൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉള്ളത്, അത് തന്നെയാണ് ഒന്നുകൂടി പറയുന്നത്. പിന്നെ അടുത്തത് ജനിതക ശാസ്ത്രമാണ്. ജനിതക ശാസ്ത്രത്തിൽ വരുന്നത് ഈ ക്ലോണിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇല്ലേ, അതെല്ലാം ഈ ജനിതക ശാസ്ത്രത്തിൽ വരുന്നത്. ജീവശാസ്ത്രം എന്ന ഭാഗത്തിൽ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ സിലബസിൽ ചെറുതായിട്ട് പേര് മാത്രമേ തന്നിട്ടുള്ളൂ, നമ്മളതിൻ്റെ അകത്ത് എന്താണെന്ന് പറയുന്നതെന്നും കൂടി പറഞ്ഞു. ആ കാര്യങ്ങൾ കൂടി നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. അടുത്തത് രസതന്ത്രം എന്ന ഭാഗത്തിൽ നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻസ് ആയ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ നമ്മൾ ആദ്യം പറയുന്ന ആറ്റമാണ്.
ആറ്റത്തെക്കുറിച്ച് നമ്മൾ എന്തായാലും കെമിസ്ട്രി ഭാഗത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് എല്ലാ പരീക്ഷയിലും ചോദിക്കുന്ന ചോദ്യമാണ് ആ ഭാഗത്ത് നിന്ന്. ഇനി അടുത്തത് പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് മൂലകങ്ങളും അതിൻ്റെ ആറ്റോമിക നമ്പറെല്ലാം ഉണ്ട്, അതെല്ലാം ഒന്ന് പഠിക്കണം. പിന്നെ അടുത്ത് വരുന്നത് രസതന്ത്ര ശാഖകളാണ്. ഇതിൽ വരുന്നത് ക്വാണ്ടം കെമിസ്ട്രി, കാർബോണിക് കെമിസ്ട്രി എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ ശാസ്ത്രശാഖകൾ അതെല്ലാം ഈ ഭാഗത്തിൽ വരുന്നത്. ഇനി അടുത്തത് മൂലകങ്ങളാണ്. അപ്പോൾ മൂലകങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അടുത്ത് സംയുക്തങ്ങൾ. പിന്നെ ഉള്ളത് ലോഹങ്ങൾ. ഈ ലോഹങ്ങളിലാണ് ഈ അയിരുകളും ധാതുക്കളും ഇവയെല്ലാം വരുന്നത്. അപ്പം നമ്മൾ അലുമിനിയത്തിൻ്റെ അയിര്, ഇരുമ്പിൻ്റെ അയിര്, ഇങ്ങനെ അയിരുകളെക്കുറിച്ചും ധാതുക്കളെക്കുറിച്ചും അങ്ങനെ PSC ചോദിക്കാറുണ്ട്. അപ്പം അതൊന്ന് നമ്മൾ ഈ ഭാഗത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ്. പിന്നെ അടുത്ത ആസിഡുകൾ. കുറേ ആസിഡുകളുണ്ട്. ആ ആസിഡുകളെ കുറിച്ചെല്ലാം നമ്മൾ പഠിക്കണം. പിന്നെ ഓരോ വസ്തുക്കൾ അടങ്ങിയിരിക്കുന്ന ആസിഡ്, നാരങ്ങയിൽ ഏത് ആസിഡ്, ഉറുമ്പിൻ്റെ ആസിഡ്, അങ്ങനെ പലതരം ആസിഡുകളുണ്ട്. ആ ആസിഡുകൾ ഏതൊക്കെയാണെന്നെല്ലാം ഈ ഭാഗത്തിൽ നോക്കേണ്ടതുണ്ട്. ഇനി അടുത്ത് കാർബൺ, ഹൈഡ്രജൻ. കാർബണെ ഹൈഡ്രജനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. ഇനി അടുത്തത് രസതന്ത്രജ്ഞർ. കുറച്ച് രസതന്ത്രജ്ഞരുണ്ട്, കുറേ ആൾക്കാരുണ്ട്. അപ്പം അവരെക്കുറിച്ചുള്ള അവർ കണ്ടുപിടിച്ചത് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ അടുത്തതിൽ വരുന്നതാണ് രാസമാറ്റവും ഭൗതിക മാറ്റവും. അതിപ്പോൾ ഇങ്ങനെ ഐസ് നമ്മൾ ചൂടാക്കിയ നീരാവിയാകുന്നെല്ലാം അങ്ങനത്തെ കാര്യങ്ങളിലില്ലേ, അതെല്ലാം ഈ രാസമാറ്റവും ഭൗതിക മാറ്റവും. അതൊന്നും നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഈ ഭാഗം നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് രസതന്ത്രം കെമിസ്ട്രി എന്ന ഭാഗത്തിൽ നമ്മൾ പഠിക്കേണ്ടത്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. അടുത്ത ഭാഗമാണ് ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സ്. ഫിസിക്സിൽ നമ്മൾ പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന് തന്നെ പ്രധാന കണ്ടുപിടുത്തങ്ങൾ പഠിക്കണം. നമ്മൾ ഫിസിക്സിൽ കുറേ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്, അതെല്ലാം ഏതാണെന്നൊന്ന് അറിഞ്ഞു വെക്കണം. പിന്നെ അടുത്ത ഭൗതിക ശാസ്ത്ര ശാഖകൾ. ഇതിലെ ശാഖകൾ എന്ന് പറഞ്ഞാൽ ജിയോ ഫിസിക്സ്, പിന്നെ മോളിക്കുലർ ഫിസിക്സ് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇല്ലേ, അതെല്ലാം ഈ ഭൗതിക ശാസ്ത്ര ശാഖകളിൽ പറയുന്നത്. ഇനി അടുത്താണ് ഭൗതിക ശാസ്ത്ര നിയമങ്ങൾ. ഇതിലാണ് ആർക്കിമിഡിസ് തത്വം, പാസ്കൽ നിയമം, ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ ഇവയെല്ലാം വരുന്നത്. കുറച്ച് നിയമങ്ങളെല്ലാം ഉണ്ട് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ. ആ നിയമങ്ങളും അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് എല്ലാം ഉണ്ട്, അതെല്ലാം ഈ ഭാഗത്തിൽ പറയുന്നത്. ഇനി നമ്മൾ ഐൻസ്റ്റീനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഐൻസ്റ്റീനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്, ഐൻസ്റ്റീൻ്റെ കണ്ടുപിടുത്തങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം പഠിക്കാനുണ്ട്. പിന്നെ പ്രകാശത്തിൻ്റെ ക്വാണ്ടം സിദ്ധാന്തം, അങ്ങനെ ഒരു ടോപ്പിക്സ് അതിൽ പറയുന്നുണ്ട്. അടുത്ത ദ്രവ്യവും പിണ്ഡവും. പിന്നെ അടുത്ത ഊർജവും ഊർജ്ജമാറ്റവും. ഇതിപ്പോൾ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമാകുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ലേ, അതെല്ലാം ഈ ഊർജ്ജമാറ്റത്തിൽ വരുന്നത്. അടുത്ത പ്രവൃത്തിയും ശക്തിയും. പിന്നെ ബലം, ഗുരുത്വാകർഷണ ബലം, അങ്ങനെ കുറച്ച് ബലങ്ങളെല്ലാം അതെല്ലാം ഇതിൽ പറയുന്നത്. പിന്നെ അടുത്തത് അടിസ്ഥാന അളവുകളും യൂണിറ്റുകളും. പിന്നെ ബലത്തിൻ്റെ യൂണിറ്റ്, പ്രവൃത്തിയുടെ യൂണിറ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇല്ലേ, അതെല്ലാം ഈ അടിസ്ഥാന അളവുകളും യൂണിറ്റുകളും എന്ന ഭാഗത്തിൽ പറയുന്നു. അടുത്താണ് ചലനം. ഓരോ ചലനങ്ങളെല്ലാം ഇല്ലേ, അതെല്ലാം ചലനം എന്ന ഭാഗത്തിൽ പറയുന്നത്. പിന്നെ ഫിസിക്സിൽ വരുന്നൊരു കാര്യമാണ് വൈദ്യുതി. വൈദ്യുതിനെ കുറിച്ച് നമ്മൾ എന്തായാലും പഠിക്കണം. പിന്നെ അടുത്ത ആണവോർജ്ജം, വൈദ്യുതോപകരണങ്ങൾ, കുറേ വൈദ്യുതോപകരണങ്ങളല്ലേ, അതെല്ലാം വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഭൗതിക ശാസ്ത്രത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഞാനിന്ന് ജീവശാസ്ത്രത്തെക്കുറിച്ചും രസതന്ത്രത്തെക്കുറിച്ചും ഫിസിക്സ്, ഭൗതിക ശാസ്ത്രത്തിലും ഏതെല്ലാം ടോപ്പിക്സ് നമ്മൾ സിലബസിലുള്ള ടോപ്പിക്സിൻ്റെ അകത്ത് നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ ഇതിൻ്റെ നോട്ട് ഞാൻ നമ്മളെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ട് വേണ്ടവർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ PSCയിലെ സയൻസിൻ്റെ ഭാഗത്തിൽ പഠിക്കുമ്പോൾ ഇത്രയും ടോപ്പിക്സ് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. സാധാരണ ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് PSC ചോദിക്കാറ്. ഇതിനേക്കാളും ഡീപ്പായിട്ടൊന്നും ചോദിക്കാറില്ല. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും പഠിക്കാൻ നോക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഇതിന് മുമ്പത്തെ കുറേ വീഡിയോസിലെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഞാൻ ഇനി വരുന്ന വീഡിയോസിലെല്ലാം ഒന്ന് അപ്ലോഡ് ചെയ്യാം, പ്രീവിയസ് ഇയർ ആയിട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് കുറച്ച് നമ്മൾ നോക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാകും ഏതെല്ലാം ഭാഗത്തു നിന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം PSC ചോദിക്കുന്നതെന്ന്. നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.